മാറ്റുലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഉട്ടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ആമ്പല്ലൂർ, തൃശൂർ. നമസ്കാരം. ഉടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സത്യത്തിന്റെ നേർക്കാഴ്ച മാറ്റുലി ഞങ്ങളൊന്ന് മാറി ചിന്തിക്കുകയാണ്. പുതിയ തലമുറയുടെ തലങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കടന്നു ചെല്ലുകയാണ്. കലാലയങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഇതുവരെയും ഞങ്ങൾ നാട്ടിലെ ജനകീയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. തൽക്കാലം ഒരു വിട നൽകിക്കൊണ്ട് സമീപ കലാലയങ്ങളിലേക്കൊന്ന് കടന്നു ചെന്ന് പുതുതലമുറയുടെ ഇടയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പുതുമയാർന്ന വിഷയങ്ങൾ അവരുടെ ഉള്ളു തുറന്ന് അവർ നമ്മളോടൊപ്പം അല്പനേരം പങ്കിടുകയാണ്. ഉടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയിലേക്ക് നിങ്ങൾ നൽകുന്ന ഓരോ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് പുതിയൊരു അധ്യായത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശംസിക്കുക. സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മാറുന്ന വസ്ത്രസങ്കല്പമാണ്. അതായത് ഇന്ന് ഫാഷന്റെ പുറകെയാണ് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത്. എത്രത്തോളമാണ് ഇതിനെ പുതുതലമുറ നോക്കിക്കാണുന്നത്? ഈ ഒരു മാറുന്ന വസ്ത്രധാരണം, അതായത് ഇന്ന് ഫാഷന്റെ പുറകെ എല്ലാവരും പുറകെ സഞ്ചരിക്കുമ്പോൾ പല ആളുകളും മുടിയൊക്കെ നീട്ടി വളർത്തി ഫ്രീക്ക് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അതിനോടൊരു കാഴ്ചപ്പാട്? എന്താണ് ഇന്നത്തെ കാലത്ത് കുട്ടികളായാൽ പോലും മുതിർന്നവരായാൽ പോലും മറ്റുള്ളവരുടെ ശൈലിയെ നോക്കിക്കണ്ട് അവരെ അനുഗമിക്കാനാണ് നോക്കുന്നത്. അതേപോലെ തന്നെ പെൺകുട്ടികൾ പോലും ആൺകുട്ടികളുടെ ശൈലി ശീലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആചാരങ്ങൾ പോലും ഫാഷനെ അനുസരിച്ച് മാറാൻ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒരു അനുകരണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവർ എന്ത് വസ്ത്രമിടുന്നു അതിൽ കൂടി അതില്ലെങ്കിൽ അതിലൊരു പടി മുന്നേ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറുന്നു. അങ്ങനെയാണോ ചിന്തിക്കുന്നത്? അല്ല, നമ്മൾ എന്തായിരിക്കുന്നോ അതേപോലെയാണ് നാം മാറേണ്ടതും നമ്മൾ ചിന്തിക്കേണ്ടതും. എങ്ങനെയാണ് ഈ മാറുന്ന വസ്ത്രധാരണത്തെ കുറിച്ച്? അതായത് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ ശൈലി ആൺകുട്ടികളും ആൺകുട്ടികളുടെ ശൈലി പെൺകുട്ടികളുമാണ് എടുക്കുന്നത്. ഉദാഹരണത്തിനാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികളെ പോലെ മുടിയൊക്കെ വളർത്തി അതാണ് ഇപ്പോഴത്തെ ഫാഷൻ എന്നാണ് ആൺകുട്ടികൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ ആണുങ്ങളെ പോലെ ജീൻസ് അങ്ങനത്തെ വസ്ത്രം അണിഞ്ഞിട്ടാണ് നടക്കുന്നത്. നമുക്ക് കേരളത്തിന് നമുക്കൊരു സംസ്കാരമുണ്ട്. സംസ്കാരം ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ പല ആളുകളും ഇടുന്ന വസ്ത്രം കണ്ടാൽ തന്നെയും ആ സംസ്കാരമെല്ലാം നമ്മളിൽ നിന്ന് കഴുകിക്കളഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു വസ്ത്രധാരണ ഉണ്ട്. അത് ഇപ്പോൾ വേറെ പല രാജ്യങ്ങളിലേക്കും അതുപോലൊരു രീതിയിലാണ് ഇപ്പോൾ കേരളം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് മറന്നിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഫാഷൻ്റെ കാര്യത്തിലും. നമുക്ക് യോജിച്ചതായ വസ്ത്രധാരണം ധരിക്കാതെ മറ്റുള്ളവരുടെ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ ചേട്ടന്മാരായാലും ആരായാലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളൊരു അലങ്കാരമായിട്ടാണ് ഫാഷൻ കൊണ്ടു നടക്കുന്നത്. അതുപോലെ ഫാഷൻ ബൈക്കുകൾ മറ്റുള്ളവരെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാനായിട്ട് അവരവരുടെ രീതിയിലുള്ള ബൈക്കുകൾ എടുത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയിട്ട് സ്പീഡിൽ പോവുകയും അതിൽ നിന്ന് കുറേ അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഫാഷനിൽ നിന്ന് കുറേ അപകടങ്ങളും ഉണ്ട്. പിന്നെ ചിലവർക്ക് അവരുടെ രീതിയിൽപ്പെട്ട ഫാഷനാകുമ്പോൾ അവർക്കത് യോജിക്കുന്നുണ്ട്. ഫാഷന് രണ്ടും ഉണ്ട്, നല്ലതും ഉണ്ട് ചീത്തയുണ്ട്. അതായത് നമുക്ക് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് യോജിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണം മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ശരീരം പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള പെൺകുട്ടികളുടെ വസ്ത്രധാരണവും അതുപോലെ തന്നെ ആൺകുട്ടികളുടെ മുടി നീട്ടി വളർത്തിയുള്ള സ്വഭാവവും അതൊക്കെ മാറണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം ലോ വെസ്റ്റ് പാൻറ്റും ടൈറ്റ് ലെഗിൻസൊക്കെ ഇട്ട് നടക്കണ ചേച്ചിമാരും അത് ശരീരത്തിൻ്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കണമായിട്ട് തോന്നുന്നില്ല. അവർ ഫാഷൻ്റെ പിന്നാലെയാണ്. ഫാഷന് വേണ്ടിയിട്ട് ടൈറ്റ് ലെഗിൻസ് മറ്റുള്ളവർ കാണുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് നടക്കണം. പിന്നെ മുടിയൊക്കെ നീട്ടി വളർത്തി ആൾക്കാർ കാണുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറയണം എന്ന് തോന്നണ വിധത്തിൽ. പക്ഷേ നന്നായി വസ്ത്രം ധരിച്ച് നന്നായി നടക്കണതാണ് ശരിക്കും നല്ലത്.
ഇന്ന് നമ്മളിത് മാറ്റേണ്ട മീൻസ് വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാത്ത വിധത്തിലുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ. അത് ലെഗിൻസ് ധരിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതിനനുസരിച്ചുള്ള അപ്പോൾ സന പറഞ്ഞ പോലെ അതിനനുസരിച്ചുള്ള ടോപ്പുകളും ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഉപയോഗിച്ചാൽ അത് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മുടെ വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ എന്താണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയണേ, നമ്മൾ നമ്മുടെ ബോഡീനെ കവർ ചെയ്യാനാണ് വസ്ത്രങ്ങൾ ധരിക്കണം. അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിലെ വസ്ത്രങ്ങൾ നമ്മൾ ധരിക്കാനാണ് ശ്രമിക്കണത്. അപ്പം അത് നല്ലതാണേലും ചീത്തയാണേലും നമ്മൾ നമ്മുടെ ബോഡീനെ കവർ ചെയ്യാനല്ല നോക്കണേ. ആ ഒരു ഡ്രസ്സ് ഇട്ട് എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ അവളെ പോലെയായി, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിചാരം അത് തന്നെയാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെ മാറ്റിയെടുത്താൽ തന്നെ നമ്മുടെ ഇന്ന് വരുന്ന പല പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ പെൺകുട്ടികൾക്ക് ഇപ്പോൾ റേപ്പ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആൺകുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടേതായിട്ടുള്ള പാർട്സ് കൂടുതൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള വികാരങ്ങൾ വരുന്നതിനോടാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഇന്ന് സുരക്ഷിതമായി രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകുവാനുള്ള, അതായത് പുറത്തേക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ ആരും ധൈര്യപ്പെടില്ല. കാരണം പല പല സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കുന്നു, പല കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ നമ്മൾ അത് അഭിമുഖീകരിച്ചേ പറ്റൂ. കാരണം ഇന്നത്തെ തലമുറ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സമൂഹത്തോട് നമ്മൾ യോജിച്ച് പോകണം. ഫാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നമുക്ക് ആവശ്യമായല്ല, നമുക്ക് നമ്മുടെ ബോഡി സംരക്ഷിക്കാൻ വേണ്ടിയല്ല. നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ എന്താവണം, മറ്റുള്ള മുമ്പിൽ ആളാവണം, ആ ഒരു ചിന്തയാണ് നമ്മളിപ്പോ എന്ത് ഫാഷൻ രീതിയിൽ നടന്നാലും മറ്റുള്ളവരുടെ മറ്റുള്ളവർ നമ്മെ കൊണ്ട് അത് നമ്മൾ ചിന്തിച്ച് വേണം നമ്മൾ എങ്ങനെയും. തീർച്ചയായിട്ടും മനസ്സിലാവുന്നു. ഒപ്പം തന്നെ കൂട്ടത്തിൽ ചോദിക്കുകയാണ്, നമ്മളൊരാൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ വസ്ത്രധാരണത്തിലൂടെ തന്നെ നമ്മൾ അയാളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ? നമ്മളിപ്പോൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതി കണ്ടാലറിയാം ആളുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ്, സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഉള്ളിലൊരു അട്രാക്ഷൻ നിർമ്മിക്കുക. അതായത് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാ, കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എന്നെ എടുത്തെറിയണം. അതാണ് അവരുടെ കൺസെപ്റ്റ്. അതിനായി സ്ലീവ്ലെസ് ഇടുന്നു, ടോപ്പ് ഇറക്കാൻ കുറവുള്ള ഇടുന്നു, ടൈറ്റ് ആയിട്ടുള്ള ജീൻസ്, അങ്ങനെയുള്ള ഓരോ ഫാഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഒരു ട്രെൻഡ് ഇറങ്ങി കുറച്ച് നാളത്തേക്ക് മാത്രമാണ് ആ ട്രെൻഡ് ഉണ്ടാവുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ട്രെൻഡ് പോയി. ബോയ്സ് ആയാലും ലോ വേസ്റ്റ്, ഇപ്പോൾ പുതിയ ഫിലിംസൊക്കെ ഇറങ്ങി, ചാർലി, അനാർക്കലി, അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും തോറും അതിൻ്റെതായ ഓരോ ഡ്രസ്സസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഫാഷൻ്റെ പിന്നാലെ പോകുന്നവരാണ് നമുക്കിത് മനസ്സിലാക്കാം. ഇന്നത്തെ യൂത്തുകൾ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫാഷൻ ട്രെൻഡ് മറ്റുള്ളവരിൽ നിന്നും എൻ്റെ ഒരു എന്താ പറയാ മാറ്റി നിർത്തുക, അങ്ങനെയുള്ളൊരു ഇതാണ് വരുന്നത്. അപ്പൊ ജോലിക്ക് പോവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി മുടിയൊക്കെ കളർ ചെയ്ത് ഫ്രീക്കായി കുറച്ച് മഞ്ഞ, പച്ച, നീല എന്നുള്ള ഫ്ലൂറസെന്റ് കളറിലുള്ള ബൈക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരെ കുറെ പെൺപിള്ളേർ വരും, അല്ലെങ്കിൽ എൻ്റെ പുറകെ കുറെ ആൺപിള്ളേർ വരും എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് ഇന്നത്തെ യൂത്തുകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഫാഷൻ നല്ലതാണ്, നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായാലും അമൃതവും വിഷമാണ്. അപ്പോൾ ഒരു പരിധി വരെ ട്രെൻഡും ഫാഷനൊക്കെ നല്ലതാണ്. അത് അമിതമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ദോഷം തന്നെ ചെയ്യും. അതാണ് പറയാനുള്ളത്. ഫാഷന് നല്ലതാണ്, കുഴപ്പമില്ല. പക്ഷേ ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വസ്ത്രധാരണയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആണുങ്ങളാണെങ്കിലും ആണുങ്ങളുടെ സങ്കല്പത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു തുളസി കതിര് വെച്ച് നല്ല നീളമുള്ള മുടിയൊക്കെ വെച്ച് നല്ല സാരിയൊക്കെ ഉടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നേരെ വ്യത്യസ്തമായ രീതിയിലേക്കാണ്. കീറിയ ജീൻസ് അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അത് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. പിന്നെ ഒരാളുടെ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ഇന്ന് എല്ലാവരും അവരെ ജഡ്ജ് ചെയ്യണത്. പറയും അത് ക്യാരക്ടർ നോക്കിയിട്ടാണ് ജഡ്ജ് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷെ എന്നാലും പോലും എല്ലാവരും അപ്പിയറൻസ് നോക്കിയിട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു മാന്യമായ വേഷം ധരിച്ച ആൾക്കാർ കാണുമ്പോൾ പറയും ഇതൊരു നല്ല പെൺകുട്ടിയാണ്, നല്ല രീതിയിലുള്ള വേഷധാരണ ആണ് എന്ന് പറയും. അത് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പോൾ ആണുങ്ങളും കല്യാണം കഴിക്കുന്ന സ്ത്രീ നല്ല വേഷത്തിൽ നടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല ആരും മറ്റ് ബോഡി പാർട്സ് ഒന്നും കാണിക്കുന്ന രീതിയിൽ നടക്കണം എന്ന് ആരും പറയില്ല. അപ്പോൾ അത് രീതിയിൽ ഈ സ്കൂളിലത്തെ ചേട്ടന്മാർ വരെ ഇപ്പോൾ ലോ വേസ്റ്റ് പാൻ്റൊക്കെ കയറ്റിയിട്ട് യൂണിഫോം വരെ ഒരു ഫ്രീക്ക് പോലത്തെ വേഷങ്ങളായിട്ടാണ് അവർ കാണുന്നത്.
ഈ ചേച്ചിമാരും അങ്ങനെ തന്നെയാണ്. കൈ നീളമില്ലാത്ത കൈയൊക്കെ ഇട്ട് ഡ്രസ്സ് ഇട്ടിട്ട് റോട്ടിൽ കൂടെ ബൈക്കിൽ കൂടെ ഒക്കെ പോയി ആണുങ്ങൾ അവര് കൂടുതൽ എന്താ പറയുക ശ്രദ്ധിപ്പിക്കുകയാണ്. തുടർ ചർച്ചകൾ ഇടവേളയ്ക്ക് ശേഷം. ഉടളി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലിയിൽ ഇടവേള. ഈ ഫ്രീക്ക് ചേട്ടന്മാര്, ഇപ്പൊ നമ്മുടെ മിടുക്കിക്കുട്ടി പറഞ്ഞത് ഫ്രീക്ക്, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞൊക്കെ പുറത്തു പോകുമ്പോൾ ചില ഫ്രീക്ക് ചേട്ടന്മാർ മുടിയൊക്കെ നീട്ടി വളർത്തി നല്ല ആകർഷമായ ബൈക്കിലൊക്കെ ചീറിപ്പാഞ്ഞു പോണ കാണാം. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഇവര് എന്തെങ്ങനെ മുമ്പത്തെ കാലത്തെ ചേട്ടന്മാരൊക്കെ എത്ര നന്നായിണ്ടാവും. അപ്പോൾ ഇവരിങ്ങനെയാണെങ്കിൽ അപ്പൊ അടുത്ത കാലത്തെ ചേട്ടന്മാരൊക്കെ എങ്ങനെ ഉണ്ടാവും? പിന്നെ ഇവര് പെണ്ണുങ്ങളെന്തിനെങ്ങനെ ഇതാക്കണേ? അങ്ങനെയൊക്കെ തോന്നാറുണ്ട് അല്ലേ? ഈ ഫ്രീക്ക് സ്റ്റൈല് അല്ലെ, നല്ല സ്റ്റൈലുകളിലേക്ക് മാറുവാണ് ഇപ്പൊ പെൺകുട്ടികൾ തന്നെ. ഇപ്പം അറിയാം, ഇന്നത്തെ പുത്തൻ ഉടുപ്പ് അല്ലെങ്കിൽ പുത്തൻ സിനിമ ഇറങ്ങുന്നതിന്റെ അതേ രീതിയിലുള്ള വസ്ത്രധാരണം നമ്മൾ ഉപയോഗിക്കും. കൂടി വന്ന 1-2 മാസമേ ആ ഫാഷൻ നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് മാറിപ്പോകും. അപ്പോഴത്തേക്ക് അടുത്തത് വരും. അതിന്റെ പുറകെ നമ്മളിങ്ങനെ അലയുകയാണ്. അത് ശരിയാണോ? ഇത് ഓരോ സിനിമകൾ വരും, അതിൻ്റെ ഒരു ഇതിലായിട്ട് നടക്കണമെന്നാണ് ആൾക്കാർക്ക്. അത് ഇട്ട് കഴിഞ്ഞാൽ ഞാനൊരു വലിയ ആളായെന്നുള്ളൊരു തോന്നല് മറ്റുള്ളവരെ അകറ്റി നിർത്താം. പിന്നെ കുറേ സിനിമയിൽ കുറേ ഇത് വരും. അപ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടൊക്കെ ഒരു ഇത്. വാശി പിടിക്കാറുണ്ടോ? ഞാൻ പിടിക്കാറില്ല. ഞാൻ ശരിക്കും എൻ്റെ അമ്മയോട് ഇതുപോലെ സിനിമ കാണുമ്പോൾ ശരിക്കും വാശി പിടിക്കാറുണ്ട്. എൻ്റെ അനിയത്തിയും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരിങ്ങനെ ഞങ്ങൾ എന്നിട്ട് എൻ്റെ പപ്പ എന്ന് വെച്ചാൽ ഇങ്ങനെ അധികം ഞങ്ങൾക്ക് വാശിക്കൊന്നും ആക്കി തരില്ല. പിന്നെ ചില സമയത്തൊക്കെ ഇതാക്കുമ്പോൾ ഉമ്മച്ചി വേഗം വാങ്ങിച്ചു തരും. പിന്നെ ഉമ്മച്ചി പറയും, നീ നന്നായി പഠിച്ചാൽ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം, നീ ഞങ്ങളെ പഠിച്ചതാക്കി എന്നാൽ മതി, നിനക്ക് നിന്റെ ആഗ്രഹം ഞങ്ങൾ എന്ത് സാധിച്ചു അങ്ങനെ പറയാറുണ്ട്. അതൊരു പ്രോത്സാഹനമാണ് അല്ലേ? അപ്പോ ഈ ഒരു മാറുന്ന വസ്ത്രധാരണം ചില ചേട്ടന്മാരൊക്കെ ഇങ്ങനെ സ്റ്റൈലിലൊക്കെ പോകുമ്പോ നോക്കി നിൽക്കാറില്ലേ? മുടിയൊക്കെ നീട്ടി വളർത്തി ജീൻസ് ഒക്കെ ലേശം കീറി അങ്ങനെയൊക്കെ പോകുന്ന ചേട്ടന്മാർ നോക്കി നിൽക്കാറുണ്ട്. എന്താ തോന്നാറ്? അപ്പൊ തോന്നാറ് ഇവരൊക്കെ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെയൊക്കെ നോക്കി ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോണ ബൈക്കിലൊക്കെ പോണ, മുടിയൊക്കെ ഇങ്ങനെ ഏതാണ്ട് പശു നിൽക്കിയ മുടി പോലെയൊക്കെ കയറ്റി വെച്ച് പോണ കാണുമ്പോ ഒരു ഇത്തിരി ഒരു ദേഷ്യം തോന്നാറുണ്ട് അവരെ കുറിച്ച്. നല്ല വൃത്തിയായി കുളിച്ച് ഒരുങ്ങി ഭംഗിയായി നടക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ആണോ ഇഷ്ടം, അതെയോ ഇച്ചിരി സ്റ്റൈല് കാണിച്ച് നടക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഇഷ്ടം? ഭംഗിയിൽ നടക്കുന്ന ചേട്ടന്മാരെ. കാരണം നമ്മൾ എങ്ങനെ മാന്യമായ രീതിയിൽ നമുക്ക് മാച്ചാവുന്ന രീതിയിൽ വേണം നമ്മുടെ വസ്ത്രധാരണം. അപ്പം നല്ല മാന്യമായ രീതിയിലാണ് നമ്മളത് ധരിക്കേണ്ടത്. നമ്മൾ മാന്യമായ രീതിയിൽ വെച്ചാൽ നമുക്ക് നമ്മുടെ സംസ്കാരം മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ പശു നക്കിയ മുടി പോലെയൊക്കെ നടന്നാൽ നമ്മുടെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കാരണം എനിക്കിഷ്ടം നന്നായി വൃത്തിയായി നടക്കുന്ന ആളുകളെയാണ്. നമുക്ക് നമ്മുടെ ഒരു യുവത്വം അങ്ങനത്തെ ഇത് വേണം. പിന്നെ ഓരോ സിനിമയിൽ കണ്ടിട്ടാണ് ചേട്ടന്മാരെ അതിങ്ങോട്ട് അവരിലുള്ള ഒരു ആകർഷണയിൽ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നല്ല കുളിച്ചിരിങ്ങനെയുള്ള ചേട്ടന്മാരാണ് ഇഷ്ടം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ശൈലികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്തണമെന്ന് പാടില്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ ഒരു വ്യക്തിത്വം വേണം. അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് നമ്മളാണ്. അത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള നമുക്ക് അതിൻ്റെതായ അവകാശം നമുക്കുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം പോലെ ഇരിക്കും. അപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ ശരിക്ക് മുടിയൊക്കെ പശു നോക്കിയ പോലെ ഇങ്ങനെ വെച്ച് നടക്കുന്ന ചേട്ടന്മാരുണ്ട്. പക്ഷെ അവരെക്കാളും നല്ലത് മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയായി നടക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന സംഭവമാണ് വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് ആളുടെ ഒരു വസ്ത്രധാരണം നോക്കിയിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് എവിടെ പോയാലും മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയാണ് അങ്ങനെ നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പല ചേട്ടന്മാർ ഫ്രീക്ക് എന്ന് പറയുക, പിന്നെ പാൻറ്റിൽ പാച്ച് വർക്ക് ചെയ്യുക, അങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ പറയുമ്പോൾ അതിൽ മുക്കാൽ ആൾക്കാരും മോശമായ പ്രവണതയുള്ള ആൾക്കാരാണെന്നാണ് കാണപ്പെടുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച ആൾക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഒരു അടുക്കും ചിട്ടയും എല്ലാ കാര്യങ്ങളിലും ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് തന്നെ വസ്ത്രധാരണം വേണ്ടാന്ന് പറയല്ല, വ്യക്തിപരമായിട്ടുള്ള അത് അവരുടെ ഇഷ്ടമാണല്ലോ. പക്ഷെ അതൊരു ഭ്രമമായിട്ട് എടുക്കരുത്.
വസ്ത്രധാരണം ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിങ്ങനെ ഒരു ഭ്രമമായിട്ട് തീരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധ കുറയും, തെറ്റായ പല രീതിയിലേക്കും പോവുകയാണ് നമുക്ക് കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെ അനുസരിച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. തീരെ ഫ്രീക്കാവണ്ട, ഫാഷൻ പോകണ്ട എന്നല്ല പറയണത്. പക്ഷെ അത്തരത്തില് നമ്മൾ അങ്ങനെയായിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മുടെ സംസ്കാരം മറന്ന് പണ്ടുള്ള ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു അനാചാരം ഉണ്ടായിരുന്നു, താഴ്ന്ന ജാതിക്കാർക്ക് മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല. ഇന്ന് അങ്ങനെ ഒരു അനുവാദം ഉണ്ടായിട്ടും നമ്മൾ സിനിമാക്കാരെയും മറ്റും മാതൃകയാക്കി മോശമായ രീതിയിലാണ് വസ്ത്രം ധരിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയാക്കി കൂടാ? പുതുതലമുറയിലെ കുട്ടികൾ മിക്കതും ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം തന്നെ കംഫർട്ടും കൂടെ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ കംഫർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഡ്രസ്സ് ഇടുക എന്ന് പറയുന്നത് തന്നെ. അവർക്ക് പാരൻസിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് മിക്കവരും മുടി വളർത്തുകയും ഡ്രസ്സുകൾ ഇടുകയും ചെയ്യുക. എന്നാൽ അതിനെ പഴയ തലമുറയിലെ ആൾക്കാർ പലപ്പോഴും വിലയിരുത്താറുണ്ട്. അവരുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും പാരന്റ്സിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് മുടി വളർത്തുന്നതെന്ന് പറഞ്ഞ് സൂചിപ്പിച്ചപ്പോൾ തന്നെ. പക്ഷേ അത് മറ്റുള്ളവർ കാണുമ്പോഴുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസമില്ലേ? വയസ്സാവുന്നതോടും കൂടെ അവർക്ക് ന്യൂജൻ ട്രെൻഡുകളെ ആസ്വദിക്കാൻ ഉള്ള ശേഷി കുറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ന്യൂജൻ ആൾക്കാർ ഇത്തരം ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരാളുടെ ഡ്രസ്സിങ് സെൻസ് അനുസരിച്ച് നമുക്ക് ആളുടെ ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആളുടെ സ്വഭാവവും ആളുടെ ജീവിത രീതി മനസ്സിലാവും. അത് വിചാരിച്ച് പഴയ ആൾക്കാരാണെങ്കിൽ അവർക്ക് ന്യൂജനായിട്ടുള്ള ആൾക്കാർ ഇത് അറിയില്ല. പഴയ ആൾക്കാരെ കാഴ്ചപ്പാടല്ല പുതിയ ആൾക്കാർക്ക് എന്ന് പറയണത്. നമ്മളെ വിചാരം പൂമ്പ കാണുമ്പോൾ വിചാരിക്കും വലിയ ബൈക്കും ചെത്തും മുടിയും ഒക്കെ വെച്ച് പോണ കാണുമ്പോൾ അവർ വിചാരിക്കും അവർ വലിയ ആൾക്കാർ ഹെൽമെറ്റും അതൊന്നും വെക്കാണ്ട് മുടി അങ്ങനെ ഷോ കാണിച്ചിരിക്കണം, അതായിരുന്നു അവരുടെ താല്പര്യം. പക്ഷെ വയസ്സായവർക്ക് ഇത് ഭയങ്കര പ്രശ്നം. അവർ എന്നിട്ട് 120 കിലോമീറ്റർ സ്പീഡിലൊക്കെ സ്പീഡിൽ എന്നിട്ട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതും അവരും മരിക്കും. ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും ഒരു സേഫ്റ്റി ഉണ്ടാവും. അത്ര പറയുള്ളൂ. മുടി എന്ന് പറയണത് ഹെൽമെറ്റും ഒന്നും ധരിക്കാണ്ട് ഒരു സേഫ്റ്റിയിലാണ് അവർ പോണത്. പിന്നെ ഡ്രസ്സിങ് രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന് തനതായ ഒരു സാംസ്കാരിക രീതി ഉണ്ട്. ഇപ്പം ഞാൻ വരുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് പുതിയ ഡ്രസ്സിങ് സെൻസ് ആസ്വദിക്കാനുള്ളത് കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഇങ്ങനെ മുടിയാനും പറഞ്ഞാൽ അവർ മിക്കവാറും സമ്മതിക്കാറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയോട് ഇഷ്ടത്തിലാണ് മുടി വെട്ടണം ഡ്രസ്സിലൊക്കെ. പക്ഷേ ആഗ്രഹമില്ല. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും അവരുടേതായ ഒരു വൃത്തിയുണ്ട് ഓരോരുത്തർക്ക്. അതിപ്പോ എന്റെ തന്നെ മറ്റൊരാൾക്ക് ഇതാവണമെന്നില്ല. അപ്പോൾ എന്റെ നല്ലത് വേണ്ടി അവർ പറയുള്ളൂ എന്നൊരു വിശ്വാസത്തില് നമ്മൾ അങ്ങനെ ചെയ്യുന്നു മാത്രം മുന്നോട്ട് പോകുന്നു. ഒരാളുടെ വസ്ത്രധാരണ ആളുടെ ഇഷ്ടമാണ്. അതിലെ വ്യക്തിപരമായ കാര്യം അതില് ഇടപെടാർക്കും ആർക്കും അധികാരമില്ല. എന്നാലും ആള് ഡ്രസ് ചെയ്യുമ്പോൾ കുറച്ച് മാന്യമായിട്ട്. മറ്റുള്ളവരെ ശ്രദ്ധിപ്പിക്കലല്ല, മറിച്ച് നല്ല വസ്ത്രധാരണത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരെ അറിയിക്കുക എന്നതാണ്. അതിനെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ളതെന്നാണ് ഇവിടെ പ്രതികരിക്കുന്നത്. ഊട്ടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റുലിയിൽ ഇടവേള. എനിക്ക് പറയാനുള്ളത്, പഴയ കാലത്തെ ആളുകൾ വളരെ ഭംഗിയുള്ളതും അവരുടെ സംസ്കാരത്തെ നോക്കിയാണ് അവർ വസ്ത്രങ്ങൾ ധരിക്കുന്നത്. പക്ഷേ ഈ കാലത്തെ ആളുകൾ വളരെ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങളും മുടി വളർത്തിയും അതവരുടെ സംസ്കാരത്തെ ബാധിക്കുന്നു. എൻ്റെ പേര് വിനു, ഞാൻ +2 വിദ്യാർത്ഥിയാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ഡ്രസ്സിങ് സ്റ്റൈലും ചേരില്ല ഹെയർ സ്റ്റൈൽ. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. പലരും വരുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നാണ്, കുടുംബങ്ങളിൽ നിന്നാണ്, പല സ്ഥലത്തുകളാണ്. മാത്രമല്ല പലർക്കും പല ബോഡി ഷേപ്പാണ്, മുഖങ്ങളാണ്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി നമുക്ക് ചേരുന്നതായിട്ട് ചെയ്യുക. അല്ലാണ്ട് നമ്മുടെ കുടുംബത്തിനും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിനായാലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനായാലും നാണക്കേടാവാണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. എൻ്റെ പേര് ആഷിൻ. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ സമൂഹം എന്നത് സ്റ്റാറ്റസ് സിമ്പലിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ്.
ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു LP എന്ന കമ്പനിയുടെ ഷർട്ട് ഇട്ടുകൊണ്ട് വരിക, വുഡ്ലാൻഡ് എന്ന കമ്പനിയുടെ ഷൂസ് അല്ലെ ചെരുപ്പ്, ആപ്പിളിൻ്റെ മൊബൈല്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബ്രാൻഡുകളുടെ പുറകെ ഓട്ടം എന്നാണ് പറയുന്നത് അല്ലേ? നമ്മൾ മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്തയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. നമസ്കാരം, ഞാൻ മാധവറം +1 പഠിക്കുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരത്തെ ഉണർത്തുന്ന രീതിയിലുള്ള വസ്ത്രധാരണയോട് ഞാൻ യോജിക്കുന്നില്ല. എൻ്റെ പേര് സാരംഗ്, ഞാൻ +1 വിദ്യാർത്ഥിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വമായ താല്പര്യമാണ് അതിൻ്റെ വസ്ത്രം. ഇപ്പം ആശയം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ബ്രാൻഡുകളുടെ പുറകെയാണ് പോകുന്നത്. അത് അവരുടെ വ്യക്തിഗതമായ താല്പര്യം. ഇപ്പം മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് ഇടുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്കതിലൊന്നും വിശ്വാസമില്ല. എനിക്ക് തന്നെ അവരുടെ ബോഡി നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രം തന്നെയാണ് വസ്ത്രമൊന്നും. വലിയ ബ്രാൻഡഡ് ഷൂസ്, ഐഫോൺ അങ്ങനെ പറയുന്നതൊന്നും ഇട്ടിട്ട് വലിയ കാര്യമില്ല എന്ന് തന്നെയാണ്. എല്ലാവരും അവരവരുടെ ജീവിതം സന്തോഷമായി ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ സുശീലയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും പൊതുവെ എടുക്കുകയാണെങ്കിൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും പലരും പല വസ്ത്രധാരണങ്ങളും പോകുന്നു. കൂടുതലും സിനിമ കണ്ടാണ്. എന്നിരുന്നാൽ അവിടെ അവർ ആക്ടേഴ്സും ആക്ട്രസൊക്കെ നേരിടുന്ന ആ ഒരു ഇതും അവർക്ക് ആ ഒരു സിനിമയോട് അവസാനിക്കുന്നു. ആ 1 മാസം 2 മാസം അതേ അത് നിലനിർത്തുന്നുള്ളൂ. എന്നാൽ നമ്മളാവുമ്പോഴും ആ ഡ്രസ്സ് ഒരു സ്ഥലത്ത് ഇട്ടാൽ അതോട് നിർത്തുന്നില്ല. നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ മാത്രം ഡ്രസ്സ് ചെയ്യാതെ മറ്റുള്ളവർ കാണുമ്പോൾ അതെങ്ങനെ ഫീൽ ചെയ്യും എന്നുകൂടി ചിന്തിക്കണം. നമ്മുടെ വ്യക്തിത്വം നമ്മൾ നിലനിർത്തണം. നമ്മുടെ മാതാപിതാക്കളുടെ ആയാലും ആരുടെയും നമ്മൾ നിലനിർത്തണം. അൽഹാൻ 9th പഠിക്കുന്നു. എനിക്കെന്താ പറയാനെന്ന് വെച്ചാൽ, ഫാഷൻ ഒരു പരിധിവരെ ഓക്കെയാണ്. നമ്മൾ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും എന്നാണ് വിചാരിക്കുക. പക്ഷെ മറ്റുള്ളവർ അവർക്കൊരു അറപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്കൊക്കെ അങ്ങനെ കാണുന്ന ഒരു അറപ്പ് ഫീൽ ചെയ്യാറുണ്ട്. ഒരു പരിധിവരെ ഓക്കെയാണ് ഫാഷൻ എന്ന് പറയുന്നത്. കൂടുതലും ഈ റെഡ് കാർപ്പറ്റിലേക്കൊക്കെ നമ്മുടെ ഇത് പോവാറുണ്ട്. ഓക്കെ, ഒരു ഫാഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു പറ്റിയ ഇതിന് നല്ലതായിരിക്കും ഫാഷൻ. സേതുലക്ഷ്മി 11th പഠിക്കുന്നു. നമ്മുടെ പേഴ്സണാലിറ്റി കാണിക്കുന്നത് നമ്മുടെ വസ്ത്രമാണ്. നമ്മളെ ഫസ്റ്റ് ലുക്കിൽ ഒരാൾ കാണുമ്പോൾ നമ്മുടെ ഡ്രസ്സാണ് ആദ്യം കാണുക. ആ ഡ്രസ്സ് തന്നെ മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വഭാവം എത്ര നല്ലതായാലും നമുക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ക്യാരക്ടർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റൈലാണ്. പണ്ടത്തെ കാലത്തു നിന്നൊക്കെ പറഞ്ഞാൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഡ്രസ്സിന് വളരെയധികം വ്യത്യാസം ഉണ്ടായി. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരുടെ ഡ്രസ്സാണ് അനുകരിക്കാൻ നോക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് പുരുഷന്മാർ സ്ത്രീകളുടെ സ്ത്രീകൾ ജീൻസ്, പിന്നെ അവരുടെ ഹെയർ സ്റ്റൈൽ ബോബ് അടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് പോണത്. പുരുഷന്മാർ മുടി നീട്ടി വളർത്തുക, ഒരുമാതിരി പാവാടയൊക്കെ പോലത്തെ പാൻറ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെയൊക്കെയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊന്നും സത്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ ന്യൂജൻ വിചാരിക്കണത് ഇതൊക്കെയാണ് വലിയ സംഭവം. അവരുടെ ഫാമിലി സ്റ്റാറ്റസ്, അവര് എത്ര വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത് അങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ ഒരു പരിപാടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൊച്ചു വന്നു, നല്ല ഡ്രസ്സാണ് ഇട്ട്, വേറൊരു കുട്ടി വളരെ വിലയുടെ ഡ്രസ്സാണ്, കാണാനൊരു ഭംഗിയില്ല. പക്ഷെ ആ നല്ല ട്രെൻഡുള്ള ഡ്രസ്സാണെങ്കിൽ എല്ലാവരും ആ കുട്ടീൻ്റെ റോൾ മോഡലാക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ആവാനാണ് എല്ലാ കുട്ടികളും ശ്രമിക്കുന്നത്. അപ്പോൾ കുട്ടികളും വഴിതെറ്റി പോവാണ്. പാരൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇതാണ് മാറേണ്ടത് സത്യത്തിൽ. ഓരോ വ്യക്തിക്കും ചേർന്ന അനുയോജ്യമായ വസ്ത്രധാരണമാണ് ചെയ്യേണ്ടതെന്നാണ് പുതുതലമുറയുടെ ഒരു ഭാഷ്യം. തീർച്ചയായിട്ടും ഇതിനെ 100% ശരി തന്നെ വെക്കണം. ഓരോ വ്യക്തിയുടെയും വസ്ത്രധാരണമാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ മനസ്സിലാക്കുന്നത്. നാളെ പുതിയൊരു വിഷയവുമായി ഞങ്ങൾ ഈ ചർച്ച തുടരുകയാണ്. ഉടളി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാറ്റിലേക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഒത്തിരി നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് വീണ്ടും ജനകീയമായ മറ്റൊരു വിഷയവുമായി ഇതേ സമയം കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
മാറ്റുലി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഊട്ടോളി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്